ഞാൻ നല്ല മഞ്ഞ സാരി കൊടുത്തിട്ടല്ലേ പോയത്. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണ് നിറഞ്ഞു നിക്ക എന്നെ കണ്ടിട്ട്. സുന്ദരിയായിരുന്നല്ലേ? ഭയങ്കര രസമായിരുന്നു എന്നെ കാണാന്ന്. എന്നിട്ടില്ലേ എല്ലാവരും എനിക്ക് ഡാൻസ് അറിയാവുന്ന ഒരാൾക്ക് അറിയായിരുന്നു കേട്ടോ. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറഞ്ഞു ഇനി ഇവിടെ നമ്മുടെ സ്വന്തം രാഗി ഡാൻസ് ചെയ്യുന്നതാണ്. എന്താ എന്റെ പൊന്നു രാഗി തള്ളുമ്പോ ഒരു പരിധിയൊക്കെ തള്ളു. കൊച്ചിനൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞു. സ്ഥലത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നല്ലേ? അയ്യേ ഇതല്ല, ഇതിന്റെ സമയത്ത് അമ്പിളിച്ചേട്ടൻ മറ്റേ ഖത്തറിലേക്ക് പോയതായിരുന്നു ബിസിനസ് ആവശ്യത്തിന്. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് പോയതാ. എന്നിട്ട് ഞാൻ ഡാൻസ് ചെയ്ത് കഴിഞ്ഞതും മോളെ എല്ലാവരും കൂടി ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് അങ്ങോട്ട് നാണക്കേടായിട്ട് നടന്നതാണോ? കൊച്ചിന് ബുദ്ധിയുണ്ട്. എന്താ ഭയങ്കര തമാശ. രാഘവേന്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ അമ്പിളി അവൾ തള്ളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അങ്ങനെയല്ല ചേച്ചി, നിന്റെ തലയിൽ നിറച്ച് പേനാണല്ലോ. ഞാനതിപ്പോ പറയാൻ വന്നത്. രാഗിക്ക് ഞാനൊരു ട്രോഫി മേടിച്ചു തന്നെ. കണ്ണി പൊടിയാണ്. പേനുണ്ട് അല്ലേ? ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ 7 അയലൊക്കെ ഓടും. അമ്മ ഇങ്ങനെയല്ലേ വലിക്കണേ? രാഘവേന്റെ സൂപ്പറാ, നല്ല രസം. പോയി പുറത്തേക്ക് പോയി. അമ്മളിക്കൂടെ ചേട്ടൻ പോണ്ടായിരുന്നോ? ആ പിന്നെ വേറെന്താ? കറിയൊക്കെ വെച്ചാ? കറിയൊക്കെ വെച്ചു. എന്താ? ഒന്നുമില്ല, വെറുതെ ഇവിടെ ചക്കക്കുരു മാങ്ങ. ഞാൻ വരണ്ടിട്ടാ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. അന്ന് വിഷമായോ? പിന്നെ ഭയങ്കര വിഷമായി എനിക്ക്. ഞാൻ അവിടെ വന്ന് കരയായിരുന്നു. അത് അവന്റെ സ്വഭാവം നമുക്ക് അറിയാലോ. പിന്നെ ഈ പോരട്ടെ എന്തോണ്ട് മറ്റേ കുക്കറേ അത് ശരിയായില്ല. എങ്ങനെ ശരിയാവാനാ? അപ്പൊ അന്ന് ക്ലീറ്റസേട്ടൻ വാങ്ങിച്ചോണ്ടോന്നു. അത് ഡാഡി ഏതോ പണ്ടത്തെ ഏതോ സാധനം എടുത്തോണ്ടാ വന്നേ. വർക്ക് ആവില്ലത്. അല്ല ക്ലീറ്റോനെ അത് ക്ലീറ്റോ മേടിക്കാൻ ചെന്നപ്പോ പുതിയത് ഉണ്ടായില്ല. അപ്പൊ അവര് കടയിൽ പഴയതൊരെണ്ണം എടുത്തത് കൊടുത്തു. പക്ഷെ അത് ചേരണില്ല. ഇത് ആ കുക്കറിന്റെ അല്ല. അന്ന് മേടിച്ചത് ഇവിടെ ഇരിപ്പുണ്ടോ അമ്പിളിക്കുട്ടൻ ചേട്ടാ? അത് മാറ്റോടുന്നതോ? അത് ഞാൻ കൊടുത്തല്ല. അതെന്റെ ഫ്രണ്ടിന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. അവൻ അത് കൊടുത്തപ്പോ തന്നെ പൈസ വാങ്ങിച്ചു. ഞാൻ അന്ന് തന്നെ കൊണ്ട് കൊടുത്തത്. എന്ത് പറ്റി? അല്ല അത് കിട്ടിയായിരുന്നെങ്കിൽ ഇടാറുന്നത് വരെ ഞാൻ കുക്കർ ഉപയോഗിക്കാൻ പറ്റിയില്ലേ. പിന്നെ ഈ അലുമിനിയം ഒരുപാട് കാലം ഉപയോഗിക്കാൻ പാടില്ല. കുക്കർ ഉപയോഗിക്കുമല്ലോ, അത്രയൊക്കെ ഉപയോഗിക്കുമല്ലോ. 8 വർഷമൊക്കെ ഒരു കുക്കറാ. ഒരു പുതിയത് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് നല്ല കാശ് കൊടുക്കണ്ടേ? എന്റെ ഇടുന്ന പൈസ. ഞാനേ ആ സാധനം കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് വില കേട്ടു. 1800 രൂപയ്ക്ക് നല്ല സൂപ്പർ കുക്കറുണ്ട്. അവിടെ എന്താ എക്സ്ചേഞ്ച് മേള എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. 300 രൂപ പഴയ കുക്കർ കൊടുത്താലേ 300 രൂപ എക്സ്ചേഞ്ച് കിട്ടും. പഴയ കുക്കർ കൊടുത്തിട്ട് 300 രൂപ കൂടി കൊടുത്താൽ 300 രൂപ കൊടുത്താൽ പോരാ. പഴയ കുക്കറിന്റെ കൂടെ ഒരു 1500 രൂപ കൊടുത്താൽ പുതിയ കുക്കർ കിട്ടും. കുറച്ചാടിതാ പോരെ. എന്റെ കയ്യിൽ എണ്ണി പറക്കി നോക്കിയ ഒരു 500 രൂപ ഉണ്ടാവുമായിരിക്കും. ബാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ. പൈസയാണ് പ്രശ്നം. പിന്നെ പൈസ പ്രശ്നമല്ല അമ്പിളിക്കുട്ടൻ ചേട്ടാ. 1000 രൂപ കൊടുക്കും. വേണ്ട. അതിനെന്താ? എന്റെ പൊന്നെ കട മേടിക്കുന്നത് എനിക്ക് പേടിയാ. തിരിച്ചു തരണ്ട ഞാൻ. ഒരു അഡ്ജസ്റ്റ്മെന്റിനല്ലേ എന്റെ ചേച്ചി, കാര്യങ്ങൾ നടക്കണ്ടേ. കിട്ടുമ്പോ തന്നാ മതി. അന്ന് അടുത്ത മാസം തന്നാ മതിയോ? തരണേ, മറക്കരുത്. അത് കിട്ടിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യണേ. എന്നാ പിന്നെ തരും 1000 രൂപ. വാ ചേച്ചി പോയി റെഡി ആവും. ഞാനും വരട്ടെ ഷോപ്പിങ്ങിന്. എന്നാ ഞാനും വരും. കണ്ട ഇതെന്താടി ഇത്? അത് ശരിയാക്കാമേ. ചുണ്ട് ഞാൻ കൊണ്ട് കണ്ടിച്ച് ഞാൻ കളയും. ഞാൻ ശരിയാക്കിയാ പോരെ. ഇപ്പൊ ശരിയാക്കാം. 2 ദിവസം വെയിലടിച്ചപ്പോ ചൂടേ ഭയങ്കര. ചായ വേണോ? ചായ വേണോ? അതൊക്കെ ഒരു സംഭവം. സർപ്രൈസ്. ഹാൻഡിൽ കുക്കറിന്റെ ഹാൻഡിൽ പുതിയ തന്നെ മേടിച്ചു. കാശ് നോക്കിയില്ല. 120 രൂപ, 120 rupees. അന്നേ ഇതങ്ങ് ചെയ്താൽ മതിയായിരുന്നു. അന്ന് ആ കടക്കാരൻ എന്നോട് പറഞ്ഞു ഇത് പഴയത് മതി, അതുകൊണ്ട് ഇട്ടാ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ടാ. സാധാരണ കംപ്ലൈന്റ് ആകുമ്പോഴാണല്ലോ പഴയത് കൊടുക്കുന്നത്. അല്ല ഞാനും തന്നെ ആലോചിച്ചു അത് പഴയ കുക്കറല്ലേ,
ഇതെന്തായാലും സൂപ്പറായി. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. 150 രൂപയാണ്, 120 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു. എന്തത് മേടിക്കാൻ പോയപ്പോ പറയാഞ്ഞേ? സർപ്രൈസ്. സ്ക്രൂ ഡ്രൈവർ എടുത്ത് കുക്കറൊക്കെ എടുത്തോണ്ട് വാ. എടുത്തിട്ട് വാ പെട്ടെന്നാവട്ടെ. ആ സ്ക്രൂ അതിലുള്ള സ്ക്രൂവും കാണണമല്ലോ. നല്ല ക്വാളിറ്റിയുള്ള സാധനം. നല്ല ക്വാളിറ്റി. പിന്നെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് മയത്തിൽ ഉപയോഗിക്കണം. ആയിക്കോട്ടെ. ഭർത്താവിനോടുള്ള പകയും വിദ്വേഷവും എല്ലാം ഇതിനോട് തീർത്ത് കളയണം. ഒരിക്കലില്ല, എനിക്ക് ഭർത്താവിനോട് സ്നേഹമല്ലേ ഉള്ളൂ. പിന്നെ അതെനിക്ക് അറിഞ്ഞൂടെ, എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂന്ന്. ചായ കിട്ടുമോ? തരാലോ. ഇതെന്തോ കുക്കർ. പഴയ കുക്കറോ? അത് ഞങ്ങൾ അങ്ങ് എക്സ്ചേഞ്ച് ചെയ്തു. ആരോട് ചോദിച്ചിട്ട്? ആരോടും ചോദിച്ചില്ല, ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് വാങ്ങുമ്പോ എന്നോടൊരു വാക്ക് പറയണ്ടേ തങ്കം? എനിക്ക് തിരിച്ചൊരു സർപ്രൈസ് തരാൻ തോന്നി, അതാ. അത് കറക്റ്റ്. Alien versus Alien.